ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാസ് വ്ളോഗ്. അപ്പോൾ ഇന്നൊരു കുഞ്ഞു മിനി വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കുള്ള സ്പെഷ്യൽ എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് വെണ്ടയ്ക്ക വറുക്കാൻ പോവാണ് കേട്ടോ. വെണ്ടയ്ക്ക വറുത്ത് എന്താ പറയുക, മുട്ട വറുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് പിന്നെ ചാറ് വന്നിട്ട് പരിപ്പ് കടഞ്ഞതാണ് കേട്ടോ. പരിപ്പും പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് ജീരകം, കുരുമുളക് എല്ലാം ഇട്ടിട്ട് കുക്കറിൽ ഒരു 5-6 വിസിലടിച്ചിട്ട് പിന്നെ അങ്ങനെ കടുക് താളിച്ചാൽ മതി കേട്ടോ. അതാണ് പരിപ്പ് കടയാന്ന് പറയുന്നത്. അപ്പോൾ അതാണ് കേട്ടോ ഒന്ന് ചാറായിട്ട് ഒഴിച്ച് ചേർക്കുള്ളത്. പിന്നെ ഇതാ ഒരു മുട്ടയും വറുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്കിന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സ്പെഷ്യൽ ഐറ്റംസ് കേട്ടോ. എന്തൊക്കെയെന്ന് വെച്ചാൽ ചോറ്, വെണ്ടയ്ക്ക വറുത്തത്, അതുപോലെ തന്നെ നമ്മുടെ മുട്ട വറുത്തത് കേട്ടോ. അങ്ങനെ ഞാനും മോളും കൂടി ഫുഡൊക്കെ കഴിച്ചു. ഇതാ ഉച്ചയായപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ അമ്മ നമ്മുടെ മരത്തിൽ നിന്ന് ഇതാ ഒരു മാങ്ങയൊക്കെ വലിച്ചിട്ടുണ്ട്. ഒരു മാങ്ങ മുറിച്ചപ്പോൾ അത് അത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കി ഇതുപോലെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഇത് വന്നിട്ട് പുളിയില്ലാത്ത മാങ്ങയാണ് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പേരയ്ക്കൊക്കെ വെറുതെ കടിച്ച് കഴിക്കില്ല, അതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചായയൊക്കെ വെച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ചോളൊക്കെ വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്വീറ്റ് കോണൊക്കെ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ മുറ്റൊക്കെ അടിച്ചു വാരി കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഇതാ ചെടികളിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതൊക്കെ അമ്മയുടെ പണിയാണ്. നല്ല രസമാണ് കേട്ടോ അതൊക്കെ കാണാനായിട്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ മുറ്റൊക്കെ അടിച്ചു വാരി. പിന്നെ ഇതാ നമ്മൾ ഷോപ്പ് അടച്ചുകൊണ്ടിരിക്കുന്ന പണിയാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ ഇതാ ഷോപ്പൊക്കെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ ഒരു ഡെയിലി വ്ളോഗ് നമ്മൾ ചെറിയൊരു മിനി വ്ളോഗായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എത്രയും നേരം കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.